എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ. ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്ന് അറിയപ്പെടുന്നത്. ഹൗസ് ഓഫ് ദി പീപ്പിൾ, ലോവർ ഹൗസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ലോക്സഭയാണ്. പട്ടുനൂൽപ്പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം സെറിസിൻ. സെറിസിനാണ് പട്ടുനൂൽപ്പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില 4.2 കെൽവിൻ. 4.2 കെൽവിനിലാണ് മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്നത്. അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി തിരുക്കുറൽ. തിരുക്കുറലാണ് അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴ. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായി ആചരിക്കുന്നു? മഹാപരിനിർവാൺ ദിവസ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ഡിസംബർ 6. ഡിസംബർ 6 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മഹാപരിനിർവാൺ ദിവസ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡാണ് ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മാഗ്നീഷ്യം. മാഗ്നീഷ്യമാണ് ഹരിതകം, ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ, അഥവാ 29,032 അടി. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം 8848.86 മീറ്ററാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞ. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന് മഞ്ഞ നിറമാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാൽ. ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു യൂജിനോൾ. യൂജിനോൾ എന്ന രാസവസ്തുവാണ് ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റ്. എവറസ്റ്റാണ് ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ലെൻസുകൾ നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രാങ്കോയിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൗതിക വസ്തുക്കളുടെ എന്ത് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്? കമ്പനം.
വൈബ്രേഷൻ. ഭൗതിക വസ്തുക്കളുടെ വൈബ്രേഷൻ, കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ്. ക്രയോജനിക്സ് എന്നാണ് വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട. പാമ്പാക്കുട പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ. അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് എന്നാണ് ഒക്ടോബർ 11. ഒക്ടോബർ 11 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ചന്ദ്രനിലിറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. റോക്ക് ഗാർഡൻ എവിടെയാണ്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലാണ് റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? ദക്ഷിണ റെയിൽവേ. കേരളം ദക്ഷിണ റെയിൽവേ മേഖലയുടെ ഭാഗമാണ്. മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ. ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി. ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. സ്വാതന്ത്ര്യാനന്തരം ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് സ്വാതന്ത്ര്യാനന്തരം ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? 144 എണ്ണം. ഒരു ഗ്രോസ് എന്നത് 144 എണ്ണമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദി ശങ്കരാചാര്യ. ആദി ശങ്കരാചാര്യയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രിഷൻ എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രിഷൻ സ്ഥിതി ചെയ്യുന്നത്. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവാണ് ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറ. കുണ്ടറയിലാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം. കോട്ടയത്താണ് കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ്.
20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണ സ്മാർത്ഥ വിചാരം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലവിലുണ്ടായിരുന്ന നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്ര വിചാരണയായിരുന്നു സ്മാർത്ഥ വിചാരം. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു 20 പോയിന്റ് പ്രോഗ്രാം 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി. ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5-നാണ് ദേശീയ അധ്യാപക ദിനം. പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദൻ. എം ഗോവിന്ദൻ്റെ രചനയാണ് പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സംഹാരം. ഗ്രാമഫോൺ കണ്ടെത്തിയത് എഡിസൺ. എഡിസന്റെ കണ്ടെത്തലാണ് ഗ്രാമഫോൺ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ. എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്ററാണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മയാണ് പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ. ഭോപ്പാലാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം എന്നാണ് നവംബർ 17. നവംബർ 17-നാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. റൊണാൾഡ് റോസ് ആണ് മലേറിയ പരാദജീവിയായ പ്ലാസ്മോഡിയത്തെ കണ്ടെത്തിയത്. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം. ഇന്ത്യയുമായി നാവിക മാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. പോർച്ചുഗലിലാണ് ഇന്ത്യയുമായി നാവിക മാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമായിരുന്നു സിംല കരാറിൽ ഒപ്പുവെച്ചത്. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ അൽബുമിൻ. അൽബുമിനാണ് കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം മഹാബലിപുരം. മഹാബലിപുരമാണ് ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് ആദംസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ. അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലായിരുന്നു ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണമായത്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ രചനയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ. ഗ്ലൂട്ടനാണ് മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം 2001. 2001-ലായിരുന്നു ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ചത്. ഗണ്യമായ മഴ ഉൽപ്പാദിപ്പിക്കുന്ന 2 പ്രധാന തരം മേഘങ്ങൾ നിംബോസ്ട്രാറ്റസ്, ക്യുമുലോ നിംബസ്. നിംബോസ്ട്രാറ്റസും ക്യുമുലോ നിംബസുമാണ് ഗണ്യമായ മഴ അല്ലെങ്കിൽ മഴയോ മഞ്ഞോ ഉൽപ്പാദിപ്പിക്കുന്ന 2 പ്രധാന തരം മേഘങ്ങൾ. CV രാമൻ പിള്ളയുടെ പ്രശസ്തമായ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് CV രാമൻ പിള്ളയുടെ പ്രശസ്തമായ ചരിത്ര നോവൽ.
കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് CTCRI കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായത്. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം പെൺ അനോഫിലസ് കൊതുക്. പെൺ അനോഫിലസ് കൊതുക് വർഗമാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമന്റ് ആറ്റ്ലി. ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് D. ഉദയകുമാർ. D. ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. മിഹിർ സെൻ ആണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയുടെ പേര് ന്യൂറോളജി. ന്യൂറോളജിയാണ് ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം 59%. ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൻ്റെ 59% ഭാഗമാണ് ദൃശ്യമാകുന്നത്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റിൻ്റെ പേര് ഫൊൻ. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ടിൻ്റെ കണ്ടുപിടുത്തമാണ് ആവി എഞ്ചിൻ. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധമായിരുന്നു ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. പാക് കടലിടുക്ക്, പാക് സ്ട്രെയ്റ്റ് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് സ്ട്രെയ്റ്റ്, പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ ആയിരുന്നു ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥിയായിരുന്നു ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത്. ഹീറോഗ്ലിഫിക്സ് ഏത് പുരാതന നാഗരികതയുടെ ലിപിയാണ്? ഈജിപ്ഷ്യൻ. ഹീറോഗ്ലിഫിക്സ് പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ലിപിയാണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സെല്യൂട്ട് 1. സെല്യൂട്ട് 1 ആണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ്. വിക്ടേഴ്സാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.